ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ പാറുവാണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഡിഷ് മത്തങ്ങ എരിശ്ശേരി. അതായത് ഇവിടെ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ബട്ടർ പംകിനാണ്. ബട്ടർ പംകിൻ എരിശ്ശേരി ഉണ്ടാക്കാം നമുക്ക്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇവിടെ വൻപയർ എടുത്തിട്ടുണ്ട്. വൻപയർ, ഇത് ബട്ടർ പംകിൻ എടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങ, വെളുത്തുള്ളി, ഇത്രയാണ് നമുക്ക് വേണ്ട സാധനങ്ങൾ. ആദ്യം നമുക്ക് പയർ കഴുകി കുക്കറിലിട്ട് വേവിക്കണം. അതിനുശേഷം നമുക്ക് പംകിൻ കട്ട് ചെയ്ത് അതിന് മുകളിലിട്ട് ഒന്നും കൂടെ വേവിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് പയർ വേവിക്കാം. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സാധനമാണ് എരിശ്ശേരി. നമ്മുടെ നാട്ടിൽ നമ്മൾ പപ്പായ വെച്ചുണ്ടാക്കാറുണ്ട്. പിന്നെ മത്തങ്ങ, നമ്മുടെ നാട്ടിലെ മത്തങ്ങയില്ലേ, ആ മത്തങ്ങ വെച്ചുണ്ടാക്കാറുണ്ട്. ഓമയ്ക്ക, പപ്പായ എരിശ്ശേരി എന്ന് വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണ്, നല്ല ടേസ്റ്റ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എരിശ്ശേരി മത്തങ്ങ എരിശ്ശേരി അല്ല, പപ്പായ എരിശ്ശേരിയാണ്. അപ്പം ഇന്നിപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയേക്കുന്ന ബട്ടർ പംകിനാണ്. അപ്പം നമുക്ക് അത് വെച്ചിട്ട് എങ്ങനെ നമുക്ക് എരിശ്ശേരി ഉണ്ടാക്കാമെന്ന് നോക്കാം. നമുക്ക് വൻപയർ ഞാൻ ഈ കുക്കറിലേക്ക് ഇടുവാണേ. ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണിത്. നമുക്ക് വേറെ ഒഴിച്ചുകറിയൊന്നും ഇല്ല എങ്കിലും ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ ഒഴിച്ച് നല്ലതായിട്ട് കഴിക്കാനും ഒക്കെ പറ്റിയ ഒരു ഡിഷാണ്. പയറിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്ത് അടച്ച് വെക്കാം. ഒരു 4 വിസിൽ കേൾപ്പിക്കണം. കേട്ട് കഴിയുമ്പോൾ ഓഫ് ചെയ്യാം. ബട്ടർ പംകിൻ നമ്മൾ നെടുകെ കട്ട് ചെയ്ത് വെച്ചേക്കുവാണേ. ഇനി ഇത് നമ്മൾ കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കാം. മത്തങ്ങ നമ്മളിവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ കുക്കർ എന്താണെന്ന് നോക്കട്ടെ. വേവ് വെന്തോ? വിധം വെന്തിട്ടുണ്ട്. പിന്നെ ഈ മത്തങ്ങയും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളവും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഉപ്പിടണേ. നേരത്തെ നമ്മൾ പയറിനൊക്കെ ഉപ്പിട്ടതാണ്. പിന്നെ ഇത് മത്തങ്ങ ഇട്ടിട്ട് കുറച്ചും കൂടെ ഉപ്പങ്ങോട്ട് ഇട്ട് കൊടുക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണേ. ഇട്ട് ഒന്നും കൂടെ നമ്മളൊന്ന് നോക്കിയിട്ട് അടച്ച് വെച്ച് ഒരു 2 വിസിലും കൂടെ. അത് നമ്മളിപ്പോൾ ഈ പറയുന്നത് പോലെയല്ല, കാരണം പയറിൻ്റെ വേവിനനുസരിച്ചാണ്. പയർ ഇപ്പോൾ ഇതിപ്പോൾ 4 വിസിൽ മതിയായിരുന്നു ഞാനിപ്പോൾ ഇട്ട പയറിന്. പക്ഷേ വേവ് കൂടുതലുള്ള പയറാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ 5, 6 ഒക്കെ വേണ്ടി വരും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ കയ്യിലുള്ള പയർ വേവുള്ളതാണെങ്കിൽ അതിനനുസരിച്ച്, വേവില്ലാത്തതാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് വിസിൽ ചെയ്യിപ്പിക്കാം. ഇത് ഇപ്പം 2 വിസിൽ മതി. മത്തങ്ങ വേവും. എന്നിട്ട് നമുക്ക് 2 വിസിലിന് കഴിയുമ്പോൾ ഇത് ഓഫ് ചെയ്യാം. അതിനുശേഷം തേങ്ങ അരച്ച്, തേങ്ങയും വെളുത്തുള്ളിയും കൂടെ അരച്ച് നമ്മൾ ഇതിൽ നല്ലതുപോലെ അരച്ച്, മഷി പോലെ അരച്ച് ഇതിലേക്ക് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് പിന്നെ കുറച്ച് തേങ്ങ വറുത്ത് ഇതിൻ്റെ മുകളിലോട്ട് തൂക്കി കൊടുക്കണം. ഇതാണ് നമ്മുടെ അപ്പം നമ്മുടെ എരിശ്ശേരി റെഡിയാവും. അപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് വേവുന്നിടം വരെ, മത്തങ്ങ വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പം നമ്മുടെ എരിശ്ശേരി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. മത്തങ്ങയും പയറും എല്ലാം വെന്ത്. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന തേങ്ങയും വെളുത്തുള്ളിയും കൂടെയുള്ള അരപ്പ് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി തേങ്ങയും കൂടെ അരച്ച് വെച്ചേക്കുന്നതാണ്.
ഇപ്പോൾ കറക്റ്റാണ്. പിന്നെ അതിലേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു കടായി എടുത്ത് വെച്ച് അതിലേക്ക് കടുക് പൊട്ടി വന്നിട്ടുണ്ട്. കടുകിലേക്ക് ഇടുന്നു. ഇതിലേക്ക് പച്ചമുളകിട്ട് കറിവേപ്പിലയിട്ട് ടേസ്റ്റ് കൂട്ടുന്നത്. അതായത് ഇതിൻ്റെ ഒരു ടേസ്റ്റ് മേക്കർ എന്ന് പറയുന്നത് ഇതാണ്, ഈ തേങ്ങ വറുത്ത് നമ്മൾ മുകളിൽ ഇടുന്നത്. അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് മേക്കർ. ചിലർ വെറുതെ വേവിച്ചിട്ട് അരപ്പിട്ട് അങ്ങനെ എടുക്കുന്നവരുണ്ട്. അതിലും നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടുന്നത് ഇതിങ്ങനെ നമുക്കൊന്ന് തേങ്ങയും കൂടെ വറുത്തിട്ട് അതിൻ്റെ നമ്മൾ ഒരു എന്തായാലും ഒരു ഡിഷ് ഉണ്ടാക്കുമ്പം അത് ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ ഉണ്ടാക്കിയാൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും. ഇപ്പം കുക്കറിൽ നമ്മളെല്ലാം വേവിക്കുന്നത് കൊണ്ട് നമുക്ക് അത്രയ്ക്ക് ടൈമൊന്നും എടുക്കത്തില്ല, വേഗം നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിൽ നിന്നും വറക്കുന്നത് പോലെ അത്രയ്ക്ക് അങ്ങ് ഡാർക്ക് ബ്രൗൺ ഒന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് ചുവപ്പ് കളറിലേക്ക് ഒരു ബ്രൗൺ കളറിലേക്ക് മാറി വന്നാൽ മതി. ഇതിൻ്റെ ആവശ്യമുള്ള തേങ്ങ വറുത്തിട്ടപ്പോഴത്തേക്ക് നല്ല മണവും നല്ല രുചിയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള എരിശ്ശേരി റെഡി. ഇനി നമുക്ക് ചോറിൻ്റെ കൂടെ ഇത് ഒഴിച്ച് കറിയായിട്ടും അല്ലാതെ സൈഡ് ഡിഷായിട്ടും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഇത്. ഇനി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റ് ചെയ്യാം. എന്തായാലും എന്ത് അഭിപ്രായമായാലും ഇഷ്ടമായാലും ഇഷ്ടമല്ല എങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പിന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്നെ പ്രോത്സാഹിപ്പിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇനിയും അടുത്തൊരു വീഡിയോ ആയി നമുക്ക് നാളെ കാണുന്നവരെ ബൈ.